ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന എക്യുപ്മെന്റ്സ് ആണെന്നാണ് പറയുന്നത്. ഇവളുടെ പേര് നിക്കി. നമുക്കപ്പോൾ അതിന്റെ പ്രവർത്തനം ഒന്ന് കാണാം. ഇത് പാട്ടൊക്കെ പാടും. നമ്മളിത് ഇവിടെ കുട്ടികൾ ചെയ്തിരിക്കുന്ന ഒരു റോബോട്ട് സെക്ഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിച്ചറിയാം അവരോട്. ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ ഇവരോടൊന്ന് ചോദിക്കാം. ഇതെന്താ സംഭവം? നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ്? ഞങ്ങൾ IS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചിറ്റിലപ്പള്ളി നിന്നാണ് വരുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ പ്രോജക്ട്സ് ആണ്. ഇവളുടെ പേര് നിക്കി. ഇവളെന്ന് പറയുന്നത് ഒരു ക്ലീനിങ് റോബോട്ട് ആണ്. അപ്പൊ ഇവള് ഡസ്റ്റ് ഒക്കെ അബ്സോർബ് ചെയ്യും. പിന്നെ മൂവ്മെന്റ്സ് ഉണ്ട്, എല്ലാ സൈഡിലേക്കും മൂവ് ചെയ്യും. ഒബ്ജക്ട്സ് വല്ലത് ഇതിന്റെ ഫ്രണ്ടിൽ വരാണെങ്കിൽ ക്ലീനിങ് ഫംഗ്ഷൻ ഒക്കെ എങ്ങനെയാണ്? അത് ഇതിനിടയിൽ സെൻസേഴ്സ് ഉണ്ട്, അവര് അബ്സോർബ് ചെയ്യും. ബാക്കപ്പ് ക്ലീനറിനെ പോലത്തെ ഒരു യൂസ് ആണ്. പിന്നെ ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത് സ്ക്രാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ടാ. കൊട്ട ഇതൊക്കെ കണ്ടില്ലേ, നമ്മള് അൽഫാം ഒക്കെ വാങ്ങുമ്പോ നമുക്ക് മയോണൈസ് പിക്കിളൊക്കെ കിട്ടും. അതിന്റെ കണ്ടെയ്നർ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ലോ ബഡ്ജറ്റിൽ സ്ക്രാപ്പ് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെ. സ്കൂട്ടറിന്റെ ഫ്രണ്ടിലത്തെ മഡ്ഗാർഡാണ്. രണ്ട് മഡ്ഗാർഡാണ് വെച്ചിരിക്കുന്നത്. മൺഗാർഡാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഏകദേശം എത്ര ദിവസം എടുത്തു? ഞങ്ങൾക്ക് ഒരു 1 month അടുത്ത് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണോ? ആണ്. വോയിസ് ആണോ വർക്ക് ചെയ്യണേ? പ്രവർത്തനം ഒന്ന് കാണിക്കാൻ പറ്റും? നമുക്കപ്പോൾ ഇതിന്റെ പ്രവർത്തനം ഒന്ന് കാണാം. ഇതെങ്ങനെ ക്ലീനിങ് റോബോട്ടാന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതിന്റെ ബാറ്ററി ഒക്കെ എത്ര നേരം വർക്ക് ചെയ്യും? സാധാ ബാറ്ററി ആണോ ഉപയോഗിക്കുന്നത്? അതെ, 12 വോൾട്ടിന്റെ ബാറ്ററിയാണ്. വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്കൂട്ടറുകൾക്ക് ശരി, ഈ ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ. ഇത് എത്ര നേരം വർക്ക് ചെയ്യും? നമുക്കിതിൽ 4 hours വർക്ക് ചെയ്യും. ഇത് നമ്മൾ എങ്ങനെ ഏരിയ നമുക്ക് ഇത്ര സ്പേസ് അങ്ങനെ കാണിച്ചു കൊടുക്കണോ? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റണ്ണിനനുസരിച്ച് ഫ്രണ്ടിൽ വല്ലവരുണ്ടെങ്കിൽ അപ്പൊ മാറി നിൽക്കാൻ പറയും. 3 പ്രാവശ്യം മാറി നിൽക്കാൻ. ഏത് നിക്കി നമ്മളോട് പറയും. മാറി നിന്നില്ലെങ്കിൽ പിന്നെ ബാക്കോട്ട് തന്നെ പോകും. ശരി, അത് സ്വയം റിട്ടേൺ പൊക്കോളൂ അല്ലേ? അതിന്റെ ആ സെൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂവ്മെന്റ് സെൻസർ ആയിരിക്കും. അൾട്രാസോണിക് മൂവ്മെന്റ് സെൻസറാണ്. ഇത് താഴത്തെ ഒബ്ജക്റ്റ് എന്താ പറഞ്ഞ കൊട്ടയോ? പ്ലാസ്റ്റിക് കൊട്ട കമത്തി വെച്ചിരിക്കണ. അതെല്ലേ, രസമായിട്ട് കാണാൻ. സംഭവം നല്ല രസമായിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് വന്നിട്ട് ഇത് കണ്ട, ഇത് പ്ലാസ്റ്റിക് കൊട്ടയാണെന്നാണ് പറയണത്. എന്തായാലും ഫിനിഷിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഇത് 2 സൈഡ് വന്നിട്ട് ഏതോ വാഹനത്തിൻ്റെ മൺഗാർഡാണ്. എനിക്ക് തോന്നുന്നത് ഡിയോൻ്റെ ആണെന്നുണ്ടല്ലേ? സ്കൂട്ടറിൻ്റെ ഏതോ മൺഗാർഡാണ് വെച്ചിരിക്കുന്നത്. ഹോട്ടലുകളിൽ മയോണീസ് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു കണ്ടെയ്നറാണ് അത്. ഇതൊരു നേഴ്സാണ് ഓൾറെഡി. ശരി. കൊറോണ സമയത്തൊക്കെ ഡോക്ടറും പേഷ്യൻസ് തമ്മിൽ ഡിസ്റ്റൻസ്, അപ്പോൾ മെഡിസിൻസ് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നൊരു നേഴ്സാണ്. ഇത് ഹാൻഡ് ഇങ്ങനെ സ്റ്റക്കാണ്, ഒരു പൊസിഷനിലേ ഉള്ളൂ. മൈക്ക് കുടിക്കും. ഇത് നമ്മൾ ട്രൈ വെക്കും. ട്രൈ വെച്ചിട്ട് ഡോക്ടർ പേഷ്യന്റ് അടുത്തേക്ക് ഫോണിൽ കൺട്രോൾ ചെയ്തിട്ട് ജസ്റ്റ് മൂവ്മെന്റ് നേഴ്സ് ആണ്. മൂവ്മെന്റ് നേഴ്സ് ആണ്. അതായത് ബ്രെയിൻ ഇല്ല. പിന്നെ നമുക്ക് ഡോക്ടർക്ക് എന്തെങ്കിലും പേഷ്യൻസിനോട് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ അത് ഡോക്ടർക്ക് പറയാം, റെക്കോർഡ് ചെയ്യാം. അത് ബ്ലൂടൂത്ത് വഴി ഇത് പേഷ്യൻസിനോട് പറയും. ശരി. മൂവ്മെന്റ്സ് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ച് കൊണ്ടുപോകാം. ഡോക്ടർക്ക് നമ്മൾ സംസാരിക്കുന്നതിന് റിപ്ലൈ ചെയ്യോ? അത് മെയിൻലി ഡോക്ടർക്ക് ചെയ്യാം. ഒരു പേഷ്യന്റിന് ഇതിനോട് സംസാരിച്ചാൽ ഡോക്ടറുടെ ഫോണിലേക്ക് ഫോൺ വഴി നമുക്ക് റെക്കോർഡ് ചെയ്യും. ഇതിന് റെക്കോർഡിംഗ് സെൻസർ വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് ഡോക്ടർക്ക് നേരിട്ട് ബ്ലൂടൂത്ത് വഴി കിട്ടും. ഓൺ സ്പോട്ട് ലൈവായിട്ട് കിട്ടും. ശരി. അതെ അല്ലേ? ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഓൾറെഡി ഇൻസ്റ്റാൾ. നമുക്ക് മൊബൈൽ കണക്ട് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പോൾ വോയിസ് കൺട്രോൾ ആണെങ്കിൽ വോയിസ് കൺട്രോളും മൂവ്മെന്റ് നടത്താൻ പറ്റും. ശരി. മൂവ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകും, ബാക്കിലേക്ക്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു സ്പോട്ടിലേക്ക് അയക്കുക എങ്ങനെയാണ്? അത് 30 മീറ്ററിൽ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാള് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മളിത് ഈ സ്പേസ് നമുക്ക് ഫസ്റ്റ് ഫീഡ് ചെയ്ത് വെക്കണം. അതെ, ഇത് ഇത്ര ഏരിയയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് അല്ലേ? ശരി. ഇതൊക്കെയാണ് ഇതിന്റെ മോഷൻസ് വരണത്. ഫോർവേഡ്, സ്റ്റോപ്പ്, ബാക്ക്വേർഡ്. ഈ സർഫസ് അനുസരിച്ചായിരിക്കും ഇതിന്റെ മോഷൻ. കുറച്ചുകൂടി സ്മൂത്ത് ടൈൽ പോലെ സർഫസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത്. സ്റ്റെപ്പ് കയറാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കില്ല അല്ലേ? ഇല്ല. ബാക്ക് ഒരു 3 വീലില് വേണം. പിന്നെ നമുക്കിത് ഫോണിൽ ഇങ്ങനെ ബട്ടൺ വൈസ് ആണ് ഇപ്പൊ നിലവിൽ കൺട്രോൾ ചെയ്യണത്. ശരി. അപ്പൊ അതുപോലെ നമുക്ക് ഇതില് വോയിസ് കമാൻഡും അങ്ങനെ കൊടുക്കാൻ പറ്റും.
ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ കുഴിയിൽ വീണോണ്ട് വീഴാൻ വീലിന്റെ ഒരു നമുക്കൊരു കുറച്ച് ഏരിയ വേണ്ടി വരും എന്തായാലും അതല്ലേ? ഓ ശരി. വൈപ്പർ മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും 12 വോൾട്ട് ബാറ്ററി മതി. എത്ര നേരം വർക്ക് ചെയ്യും? ഒരു 6 അവർ ഒരു 6 അവർ വർക്ക് ചെയ്യും. ഫുൾ ചാർജിൽ യൂസ് ചെയ്യാം. ഓക്കെ. ഇത് മെറ്റീരിയൽ സ്ക്രാപ്പ് മെറ്റീരിയൽ തന്നെയാണോ ഉപയോഗിച്ചിരിക്കുന്നത്? ഷോപ്പ് മൈക്ക് കൊടുക്കുക. ഈ ഷോപ്പിംഗ് ഡെമ്മികൾ കണ്ടിട്ടില്ലേ, ഡ്രസ്സുകൾ അതിന്റെ ഒരു ബോഡിയാണിത്. വെച്ചിട്ട് നമ്മളതിനെ എടുത്തിരിക്കുന്നത്. ഓ ഐ സി. ഫൈൻ. എന്നിട്ട് അതിനെ നിങ്ങൾ നിങ്ങളുടെ രീതിയിലേക്ക് ഓൾട്ടർ ചെയ്തെടുത്തു. ഓക്കെ ഫൈൻ. നന്നായിട്ടുണ്ട് എന്തായാലും. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ താങ്ക് യു.